ഏറെ സ്റ്റാർട്ടപ്പ് സ്ഥാപകർക്ക് തന്നെ ഒരു വെഞ്ചർ ക്യാപിറ്റലിസ്റ്റ് അവരുടെ കമ്പനി എങ്ങനെ വിലമതിക്കുന്നു എന്നത് വ്യക്തമല്ല. ഈ രഹസ്യം വ്യക്തമാക്കാൻ ശ്രമിക്കാം. ഒരു ഒരു സ്റ്റാർട്ടപ്പിൽ നിക്ഷേപം ചെയ്യുമ്പോൾ അവൻ ചിന്തിക്കുന്നത് എങ്ങനെ ആ നിക്ഷേപം വളർന്ന് കുറച്ചു വർഷങ്ങൾക്കുശേഷം വലിയ മൂല്യത്തിൽ മാറ്റാം എന്നതാണ്. ഉദാഹരണത്തിന്, ഒരു തിങ്സ് 8 വർഷത്തിനുശേഷം ഈ കമ്പനിയുടെ മൂല്യം 100 കോടി രൂപയാകുമെന്നാണ്. അതായത് 8 വർഷം കഴിഞ്ഞ് ഈ കമ്പനിയിൽ നിന്നുള്ള അവന്റെ ഓഹരികൾ വിൽക്കുമ്പോൾ 100 കോടി രൂപ ലഭിക്കുമെന്ന പ്രതീക്ഷയാണ്. ഇപ്പോൾ ആ തന്റെ നിക്ഷേപത്തിൽ 20 മടങ്ങ് റിട്ടേൺ ROI ആഗ്രഹിക്കുന്നുവെങ്കിൽ 100 കോടി രൂപയെ 20-ൽ വിഭജിച്ചാൽ 5 കോടി രൂപയാണ് ഇന്നത്തെ പോസ്റ്റ് മണി വാലുവേഷൻ, നിക്ഷേപം നടത്തിയതിനു ശേഷമുള്ള കമ്പനി മൂല്യം. അതായത് നിക്ഷേപം നടത്തിയതിനു ശേഷം ആ കമ്പനി 5 കോടി രൂപ വിലയുള്ളതായിരിക്കണം. ഇപ്പോൾ ആ സ്റ്റാർട്ടപ്പിൽ 1 കോടി രൂപ നിക്ഷേപിച്ചാൽ നിക്ഷേപത്തിനു മുമ്പ് ആ സ്റ്റാർട്ടപ്പിന്റെ മൂല്യം 5 കോടി, 1 കോടി സമം 4 കോടി രൂപയായിരിക്കും. ഇതാണ് പ്രീമണി വാലുവേഷൻ എന്ന് വിളിക്കുന്നത്, നിക്ഷേപത്തിനു മുമ്പുള്ള കമ്പനി മൂല്യം. സിമാർ ഈ രീതിയാണ് വിലമതിക്കൽ നടത്തുന്നത്. ആദ്യം ഭാവിയിൽ കമ്പനി എത്രത്തോളം വളരും എന്നത് കണക്കാക്കുന്നു. പിന്നെ തങ്ങൾ ആഗ്രഹിക്കുന്ന റിട്ടേൺ ROI അടിസ്ഥാനമാക്കി ആ ഭാവി മൂല്യത്തെ ഇപ്പോഴത്തെ മൂല്യത്തിലേക്ക് ഡിസ്കൗണ്ട് ചെയ്യുന്നു. ഇതാണ് ഡിസ്കൗണ്ടിംഗ് ദ ടെർമിനൽ വാല്യൂ എന്ന രീതിയും. ഈ രീതി പല സ്ഥാപകരും നിക്ഷേപകരെ കാണാൻ പോകുമ്പോൾ പോലും പരിഗണിക്കാറില്ല. അതുകൊണ്ടാണ് പലപ്പോഴും നിക്ഷേപകരും സ്ഥാപകരും തമ്മിൽ മൂല്യനിർണ്ണയത്തിൽ വലിയ വ്യത്യാസമുണ്ടാകുന്നത്. ഈ രഹസ്യം അറിയുന്നതിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ സ്റ്റാർട്ടപ്പിന്റെ മൂല്യനിർണ്ണയത്തിൽ കൂടുതൽ തയ്യാറെടുപ്പോടെ നിക്ഷേപകർക്കു മുന്നിൽ പോകാൻ കഴിയും. നിങ്ങളുടെ സുഹൃത്തുക്കളിൽ ഇതിന് ആവശ്യമുള്ളവർക്കു ഇത് പങ്കുവെക്കൂ.